നമസ്കാരം. ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ വിശദീകരണവുമായി അദാനി ഗ്രൂപ്പ്. MSE കമ്പനിയുമായി ഉണ്ടാക്കിയത് പ്രാഥമിക ധാരണ. ഓഹരി കൈമാറ്റമുണ്ടായാലും MSEക്ക് വിഴിഞ്ഞത്ത് കുത്തകാവകാശം കിട്ടില്ലെന്ന് കത്തിൽ. സർക്കാരിന്റെ അനുമതിയോടെ മാത്രം മുന്നോട്ടെന്നും അദാനി ഗ്രൂപ്പ്. കരാർ കൈമാറ്റം ആലോചിച്ചുറപ്പിച്ച കച്ചവടമെന്ന് പിണറായി വിജയൻ. സർക്കാർ അദാനിയെ സംരക്ഷിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് സെബിക്ക് കത്തയച്ചു. ആസൂത്രണ ബോർഡ് PSC പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ അട്ടിമറി. ചെയർമാനെതിരെ അംഗങ്ങൾക്ക് അതൃപ്തി. ക്രമക്കേട് അന്വേഷിക്കാൻ PSC ചെയർമാൻ നിർദ്ദേശം നൽകിയത് പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള കൺട്രോളർക്ക്. ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്ന യോഗ തീരുമാനം നടപ്പാക്കിയില്ല. കൊച്ചിയിലെ കോറോ ഹിൽസ് കൂട്ടപ്പിരിച്ചുവിടലിൽ ധാരണ തെറ്റിച്ച് പിരിച്ചുവിടൽ നടപടികളുമായി അമേരിക്കൻ കമ്പനി മുന്നോട്ട്. നോട്ടീസ് ലഭിച്ച ജീവനക്കാർക്ക് 3 മാസത്തെ ശമ്പളം നൽകി. തുക നൽകിയത് പിരിച്ചുവിടൽ നിയമപ്രകാരം. കമ്പനിയുടെ നടപടി അംഗീകരിക്കില്ലെന്നും ഇടപെടുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. കേന്ദ്ര ലേബർ കോഡ് പാലിച്ചാണ് നടപടിയെന്ന് കോറോ ഹിൽസ്. സംസ്ഥാനത്ത് മഴ ശക്തം. എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട്. നാളെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കണ്ണൂരും കാസർഗോഡും തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട്. കോഴിക്കോട് നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ അതീവ ജാഗ്രതാ നിർദ്ദേശം. തൃശൂർ നെടുപ്പുഴയിൽ കോൾപ്പാടത്ത് മിനി ബോട്ട് മറിഞ്ഞ് കാണാതായ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. വധശ്രമക്കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ R. സുഗതന് ജാമ്യമില്ല. സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റിനെത്തിയ പോലീസുകാരെ ആക്രമിച്ചതിലും ജാമ്യമില്ല. കാപ്പ പ്രതിയായ സുഗതൻ വിയൂർ ജയിലിൽ തുടരും. ലോകകപ്പിൽ അർജന്റീനയെ വിറപ്പിച്ചു പൊരുതി വീണ് കേപ്പ് വെർദെ. 2-3 ഗോളുകൾക്ക് പ്രീ ക്വാർട്ടറിൽ കടന്ന അർജന്റീന. ജയം എക്സ്ട്രാ ടൈമിൽ. 20 ഗോൾ തികച്ച് മെസ്സി. ഷൂട്ടൌട്ടിൽ ഓസ്ട്രേലിയയെ വീഴ്ത്തിയ ഈജിപ്ത്. പ്രീ ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ ഘാനയെ തോൽപ്പിച്ച് കൊളംബിയയും പ്രീ ക്വാർട്ടറിന് ഇന്ന് തുടക്കം. ഫ്രാൻസും മൊറോക്കോയും കളത്തിലേക്ക്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട CPM പ്രതിരോധ സംഗമത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസാരിക്കുന്നു. അതിലേക്ക്. കോടി ഉറുപ്പികയാണ് അവർ ചെലവാക്കിയത്. 2497 കോടി ഉറുപ്പികയാണ് അദാനിക്ക് ചെലവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സംസ്ഥാന ഗവൺമെന്റിന് 6000 കോടി. പക്ഷേ സുന്ദരമായ ഒരു സീപോർട്ട് രൂപം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ആദ്യം മുതലേ കണ്ടു ഈ എയർപോർട്ട് എങ്ങനെയായി, സീപോർട്ട് എങ്ങനെയായിരിക്കണം. എല്ലാ കമ്പനികൾക്കും എല്ലാ കപ്പലുകൾക്കും കയറി വരാൻ സാധിക്കുന്ന ഒരു മൾട്ടി സംവിധാനത്തിന്റെ ഭാഗമാവണം. മൾട്ടി ഓപ്പറേറ്റിംഗ് സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് മത്സരാധിഷ്ഠിതമായ ഒരു തുറമുഖത്തിന്റെ ദൗത്യം നിർവഹിക്കാൻ അതിനാവുക. മാത്രമല്ല, അങ്ങനെ വരുമ്പോഴാണ് കൃത്യമായിട്ട് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനാവുക. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ആവശ്യമാണ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ വിശദീകരണക്കുറിപ്പുമായി അദാനി പോർട്ട് CEO. ഓഹരി കൈമാറ്റമുണ്ടായാലും വിഴിഞ്ഞത്തെ MSEക്ക് കുത്തകാവകാശം ഉണ്ടാകില്ലെന്ന് വിശദീകരണം. MSE കമ്പനിയുമായി ഉണ്ടാക്കിയത് പ്രാഥമിക ധാരണ മാത്രമാണ്. സർക്കാർ അനുമതിയോടെ മാത്രമേ അന്തിമ കരാർ ഒപ്പിടൂവെന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി. സർക്കാരിനുള്ള അപേക്ഷ പുതുക്കിയതിന് പിന്നാലെയാണ് വിശദീകരണം. അതേസമയം ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും സമ്മർദ്ദം ശക്തമായതോടെ അനുമതി നൽകുന്നതിൽ ജാഗ്രതയോടെയാണ് സർക്കാർ നീക്കം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ MSE കമ്പനികൾക്ക് കൈമാറ്റം ചെയ്യുന്നതിൽ നിലപാട് മയപ്പെടുത്തുകയാണ് അദാനി ഗ്രൂപ്പ്. സർക്കാർ അറിവോടെയും മുൻകൂർ അനുമതിയോടെയും മാത്രമേ ഓഹരി കൈമാറ്റം ഉണ്ടാകൂവെന്നും പ്രാഥമിക ധാരണകൾ മാത്രമാണ് MSE കമ്പനിയുമായി ഉണ്ടായതെന്നും അദാനി ഗ്രൂപ്പ് സർക്കാരിനെ അറിയിച്ചു. ഇത് സംബന്ധിച്ച് രണ്ടാമതും കത്ത് സർക്കാരിന് കൈമാറി. ഓഹരി കൈമാറിയാലും MSEക്ക് കുത്തക അവകാശം ഉണ്ടായിരിക്കില്ലെന്നും അദാനി ഗ്രൂപ്പ് കത്തിൽ ഉറപ്പു നൽകുന്നു.
MSCയുമായുള്ള പങ്കാളിത്തം തുറമുഖ വികസനത്തിന് കൂടുതൽ വേഗം പകരും. സർക്കാരുമായി നല്ല ബന്ധം തുടരാനാണ് താൽപര്യം. സർക്കാരുമായുള്ള എല്ലാ വ്യവസ്ഥകളും അംഗീകരിക്കുന്നതായും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ് അദാനി വിഴിഞ്ഞത്ത് ഓഹരി കൈമാറ്റം നടത്തിയതെന്ന മുഖ്യമന്ത്രിയുടെ അതൃപ്തിയെ തുടർന്നാണ് അദാനി ഗ്രൂപ്പ് നിലപാട് മയപ്പെടുത്തി വീണ്ടും സർക്കാരിന് കത്തു നൽകിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം മുൻകൂറായി ആലോചിച്ചുറപ്പിച്ച കച്ചവടമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാർ അദാനി ഒത്തുകളിയാണ് നടക്കുന്നത്. സുതാര്യമല്ലാത്ത ഓഹരി കൈമാറ്റത്തെ പ്രതിപക്ഷം രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഓഹരി കൈമാറ്റത്തിന്റെ സുതാര്യത പാലിച്ചില്ല. സെബി അധികാരികൾക്ക് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചില്ല. പൊതു താൽപര്യം പരിഗണിക്കാതെ ദേശീയ സുരക്ഷ കണക്കിലെടുക്കാതെയാണ് അദാനി ഓഹരി കൈമാറിയത്. സർക്കാർ അനുമതി വേണമെന്നിരിക്കെ തുറമുഖം, നിയമം, ധനകാര്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഇടപെടലുകൾ ദുരൂഹമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. അത്തരം ഓഹരി കൈമാറ്റത്തിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി ലഭ്യമാകണം. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ അനുമതിക്കായുള്ള ഒരപേക്ഷയും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ല എന്നാണ്. അപ്പോ എങ്ങനെയാണ് ഈ അദാനി ഗ്രൂപ്പിന് സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാതെ തന്നെ ഇത്തരമൊരു നീക്കം നടത്താനുള്ള ധൈര്യം ലഭിച്ചത്? അവിടെയാണ് അതീവ ഗൗരവമായ സംശയം ഉയരുന്നത്. ഓഹരി കൈമാറ്റത്തിലെ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് സെബിക്ക് കത്തയച്ചിട്ടുണ്ട്. അദാനി ഗ്രൂപ്പിനോട് വിശദീകരണം തേടണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. സുതാര്യമല്ലാത്ത ഓഹരി കൈമാറ്റത്തിനെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും നീങ്ങാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, കണ്ണൂർ. അദാനിയെ വിഴിഞ്ഞത്ത് കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ല എന്നും മന്ത്രിസഭയും പാർട്ടിയും കൃത്യമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂവെന്നും മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഏകപക്ഷീയമായ തീരുമാനമെടുക്കാൻ കഴിയില്ല. അദാനിയെയും കോൺഗ്രസിനെയും യോജിപ്പിച്ച് സംസാരിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം കോഴിക്കോട് പ്രതികരിച്ചു. അദാനിയുടെ ഭാഗത്തു നിന്ന് ഒരു റിക്വസ്റ്റ് കിട്ടിയെന്നതിൽ കവിഞ്ഞ് അവർ തീരുമാനം എടുത്തിട്ടില്ല. ആ തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിൽ ചർച്ച ചെയ്യും. പിന്നെ ചർച്ച ചെയ്യേണ്ട ഫോറങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമെടുക്കുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഏകപക്ഷീയമായൊരു തീരുമാനമെടുത്ത് പോകില്ല. ആസൂത്രണ ബോർഡ് PSC പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിലും അട്ടിമറി. ക്രമക്കേട് അന്വേഷിക്കാൻ പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള കൺട്രോളർക്ക് PSC ചെയർമാൻ നിർദ്ദേശം നൽകി. SP-യുടെ നേതൃത്വത്തിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്നായിരുന്നു PSC യോഗ തീരുമാനം. എന്നാൽ ഇത് അട്ടിമറിച്ചാണ് നിലവിൽ കൺട്രോളർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആസൂത്രണ ബോർഡ് സുപ്രധാന തസ്തികകളിലെ പരീക്ഷകളിലാണ് ക്രമക്കേട് നടന്നത്. 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെയാണ് ഫലം PSC പ്രസിദ്ധീകരിച്ചത്. 1.25 ലക്ഷം രൂപ അടിസ്ഥാനത്തിൽ ശമ്പളമുള്ള സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം ചീഫ്, പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷൻ ചീഫ്, പ്ലാനിംഗ് കോർഡിനേഷൻ ഡിവിഷൻ ചീഫ് തസ്തികകളിലേക്കുള്ള പരീക്ഷയിലാണ് ക്രമക്കേട് നടന്നത്. ക്രമക്കേട് നടത്തിയ പരീക്ഷകളിൽ പുനർമൂല്യനിർണ്ണയം നടത്താനും ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കാനുമായിരുന്നു PSC യോഗ തീരുമാനം. എന്നാൽ അത് നടപ്പായില്ല. പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതലയുള്ള പരീക്ഷാ കൺട്രോളറെ തന്നെയാണ് ക്രമക്കേടിനെ കുറിച്ചുള്ള അന്വേഷണവും കമ്മീഷൻ ഏൽപ്പിച്ചത്. PSC സെക്രട്ടറി അറിയാതെയാണ് ചെയർമാന്റെ നടപടി. എന്നാൽ പരീക്ഷാ കൺട്രോളർ അന്വേഷണത്തിന് നിയമതടസ്സം അറിയിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ വീഴ്ചകൾ അന്വേഷിക്കാൻ മാത്രമാണ് പരീക്ഷാ കൺട്രോളർക്ക് അധികാരം. അന്വേഷണം പോലീസിനോ പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിക്കുന്ന PSCയുടെ വിജിലൻസ് വിഭാഗത്തിനോ കൈമാറാത്തതും ദുരൂഹമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പ് അന്വേഷണം അട്ടിമറിയെന്ന് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ്. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നതാണ് യൂത്ത് കോൺഗ്രസ് നിലപാട്. ആഭ്യന്തര വിജിലൻസ് അന്വേഷണം കള്ളനെ താക്കോൽ ഏൽപ്പിക്കുന്നത് പോലെയാണ്. ആസൂത്രണ ബോർഡിൽ മാത്രമല്ല വിവിധ വകുപ്പുകളിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. സർക്കാർ മാറിയ കാര്യം PSC ഓർക്കണമെന്നും OJ ജനീഷ് തൃശൂരിൽ പറഞ്ഞു. DGP തലത്തിലുള്ള ഒരു അന്വേഷണമാണ് ഈ വിഷയത്തിൽ ആവശ്യമുള്ളത് എന്ന അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തിയത്. അപ്പോൾ ആഭ്യന്തര വിജിലൻസിൻ്റെ അന്വേഷണത്തിലേക്ക് കടന്ന PSC ഇന്ന് മനസ്സിലാക്കുന്നത് ആ അന്വേഷണവും അട്ടിമറിച്ച് ഇപ്പോൾ പരീക്ഷാ കൺട്രോളറെ അന്വേഷണത്തിനോട് ചുമതലപ്പെടുത്തി എന്നുള്ളതാണ്. പരീക്ഷാ കൺട്രോൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ അട്ടിമറിയുടെ ഭാഗമാണെങ്കിൽ കള്ളനെ തന്നെ താക്കോലേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് PSCയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ PSC ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. ഈ സംസ്ഥാനത്തിനകത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ CPM നിയോഗിച്ച ആളുകളാണ് PSCയുടെ ചെയർമാനും PSCയുടെ മെമ്പർമാരുമായിട്ടിരിക്കുന്ന ആളുകളിൽ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ. കൊച്ചിയിലെ കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ മരവിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കമ്പനി പിന്മാറിയതായി സൂചന. പിരിച്ചുവിടൽ നോട്ടീസ് ലഭിച്ച ജീവനക്കാരുടെ അക്കൗണ്ടിൽ 3 മാസത്തെ ശമ്പളം കമ്പനി നൽകി. എന്നാൽ സർക്കാർ ഇടപെട്ട് ഈ മാസം 6-ന് തിരുവനന്തപുരത്തെ തൊഴിൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയ ശേഷം തുടർ തീരുമാനമുണ്ടാകുമെന്നായിരുന്നു ധാരണ. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഇപ്പോൾ കമ്പനി എടുത്തിരിക്കുന്നത്.
കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന US ആസ്ഥാനമായ മെഡിക്കൽ കോഡിംഗ് സ്ഥാപനമായ കോറോ ഹെൽത്ത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് 900-ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടത്. വെള്ളിയാഴ്ച രാവിലെ ജീവനക്കാർ ഓഫീസിലെത്തിയപ്പോഴാണ് പിരിച്ചുവിടൽ അറിഞ്ഞത്. കമ്പനിയുടെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകൾ അടയ്ക്കുകയും ചെയ്തു. ജീവനക്കാരുടെ ചോദ്യങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുമെന്നായിരുന്നു കമ്പനിയുടെ വിശദീകരണം. വിഷയത്തിൽ തൊഴിൽ മന്ത്രിയും ഉമാ തോമസ് MLAയും ഇടപെട്ടതോടെ കൂട്ടപ്പിരിച്ചുവിടൽ മരവിപ്പിക്കാൻ ധാരണയായി. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് തൊഴിൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താനും അതിനുശേഷം തുടർ നടപടിയെന്നായിരുന്നു തീരുമാനം. എന്നാൽ ആ തീരുമാനത്തിന് വിരുദ്ധമായാണ് ഇപ്പോൾ കമ്പനി ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് പിരിച്ചുവിടലിന്റെ ഭാഗമായി 3 മാസത്തെ ശമ്പളം നൽകിയിരിക്കുന്നത്. വിഷയത്തിൽ നിയമപരമായി എന്ത് നടപടിയെടുക്കാമെന്നാണ് സർക്കാർ ആലോചിക്കുന്നതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. തൊഴിൽ നിയമങ്ങളിൽ വന്ന മാറ്റം സർക്കാരിന്റെ ഇടപെടലിന് തടസ്സമാകുന്നുണ്ട്. ഈ വർഷം ഇവിടെ ജോലി ചെയ്തവരെ പെട്ടെന്ന് പിരിച്ചുവിടുക എന്ന് പറഞ്ഞത്, അതും ആ പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് അവരുമായിട്ടൊരു ചർച്ച പോലും നടത്താതെ, അതുകൊണ്ട് തന്നെ ഇന്നലെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് താൽക്കാലികമായി ഈ പിരിച്ചുവിടൽ മരവിപ്പിച്ചിട്ട് തിങ്കളാഴ്ച ലേബർ സെക്രട്ടറിയെ ചർച്ചയ്ക്കായി നിയോഗിച്ചിരിക്കുകയാണ്. ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് നേരം വെളുത്തപ്പോൾ അത് മാറി. അവരുടെ പറഞ്ഞ MLA നേരിട്ടാണ് അത് സംസാരിച്ചത്. MLAയോട് അടക്കം പറഞ്ഞ ആ തീരുമാനത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. തീർച്ചയായും സംസ്ഥാന സർക്കാർ പരിമിതമായ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇടപെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നതുവരെ തൽസ്ഥിതി തുടരാനും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ ജീവനക്കാർക്ക് ജോലി ചെയ്യാമെന്നുമുള്ള ധാരണയാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. കേരള സർവകലാശാലയെ തകർക്കാൻ ശ്രമിച്ച ആളാണ് UDF നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റ് അംഗം RS ശശികുമാർ എന്ന മുൻ ഇടത് സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് G മുരളീധരൻ. ചാൻസലറുടെ ഓഫീസിന് ഒത്താശ ചെയ്ത ആളാണ് ശശികുമാർ എന്നും RSS ഡീലിന്റെ ഉദാഹരണമാണ് നോമിനേഷനെന്നും മുരളീധരൻ പറഞ്ഞു. അപ്പോൾ ഈ സർവകലാശാലയെ ബോധപൂർവം ഇതിൻ്റെ നേട്ടങ്ങളെ അംഗീകരിക്കാത്ത ഒരാളെ ഈ സർവകലാശാലയുടെ നേതൃത്വത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ സർവകലാശാലയിൽ ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ഇപ്പോൾ കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഡീലിൻ്റെ കാലഘട്ടമാണല്ലോ. ഡീലുണ്ട് എന്ന് പറയുമ്പോൾ പലരും പുച്ഛിച്ചു തള്ളുകയാണ്. എത്രയോ മേഖലകളിൽ ഇപ്പോൾ ഡീലിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം വന്നിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് കേരള സർവകലാശാലയിലെ 6 നോമിനേഷൻ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയുന്നത്. മുഹമ്മദ് ആരിഫ് ഖാൻ കേരളത്തിലെ ഗവർണറായി വന്ന ശേഷം സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള മുന്നേറ്റത്തെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റത്തെ തടയാൻ ആ ചാൻസലറുടെ ഓഫീസിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത ആളാണ് ഈ നോമിനേഷനിൽ ഒന്നാമത്തെ പേരുകാരൻ. താരസംഘടന അമ്മയിൽ പ്രതിസന്ധി തുടരുന്നു. ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിമർശനവുമായി അൻസിബ ഹസൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. ശ്വേത ഉൾപ്പെടെയുള്ള സ്ത്രീകൾ കുറുക്കുവഴികളിലൂടെ ഭാരവാഹികളായെന്നും കലാകാരന്മാരുടെ ഇടയിൽ ധ്രുവീകരണം നടത്തുന്ന ആളുകളല്ല നേതൃത്വത്തിൽ വേണ്ടതെന്നും താരങ്ങൾ കൊച്ചിയിൽ പറഞ്ഞു. 15 കോടി രൂപ അദാനി ഗ്രൂപ്പ് ശ്വേതയുടെ വിശ്വാസ്യതയിൽ അമ്മയ്ക്ക് നൽകാൻ തീരുമാനിച്ചിരുന്നതായി BJP നേതാവ് പറയുന്ന വീഡിയോയും താരങ്ങൾ വാർത്താസമ്മേളനത്തിൽ കാണിച്ചു. ശ്വേതാ മേനോൻ അടങ്ങിയ മുൻ ഭാരവാഹികൾക്കെതിരെ കടുത്ത വിമർശനവും ആരോപണവും ഉന്നയിച്ചുകൊണ്ടാണ് അൻസിബ ഹസൻ, ഉഷ ഹസീന, മാലാ പാർവതി, മായ വിശ്വനാഥ് എന്നിവർ കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ടത്. ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ കുറുക്കുവഴികളുടെ ഭാരവാഹികളായെന്നായിരുന്നു ഉഷ ഹസീനയുടെ പരാമർശം. അധികാരമോഹം, ഞാനാണോ വലുത്, നീയാണോ വലുത്, പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലുള്ള ഈഗോ ക്ലാഷ്, രണ്ടുപേരും 2 ചേരിയിലായിട്ട് നിന്ന് 2 പേർക്കും അവരുടെ കൂടെ നിൽക്കുന്ന ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരെ തമ്മിൽ പിരിപ്പിച്ച് അവരുടെ കൂടെ 2 പേരുടെയും കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കഥകളും ചെളിവാരിയെറിയലും എന്തൊക്കെയോ നടന്നു. അതൊക്കെ ഞങ്ങളെ പോലുള്ള അംഗങ്ങൾ അറിയുന്നത് തന്നെ മീഡിയയിലൂടെയാണ്. 15 കോടി രൂപ അദാനി ഗ്രൂപ്പ് ശ്വേതയുടെ വിശ്വാസ്യതയിൽ താരസംഘടനയ്ക്ക് നൽകാൻ തീരുമാനിച്ചിരുന്നതായി BJP നേതാവ് പറയുന്ന വീഡിയോ താരങ്ങൾ മാധ്യമങ്ങളെ കാണിച്ചു. പുതിയ ഭരണസമിതി വരണമെന്നും യുവതാരങ്ങൾ ചുമതലയിലേക്ക് എത്തണമെന്നും മാലാ പാർവതി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. അൻസിബ എന്ന മുസ്ലിം നാമധാരിയായ വ്യക്തിയെ വർഗീയവാദിയാക്കി, ജിഹാദിയാക്കി അവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു സംഘമല്ല അമ്മയെ ഭരിക്കേണ്ടത്. ധ്രുവീകരണം നടത്തുന്ന, വർഗീയവാദം നടത്തുന്ന, മനുഷ്യരെ ഒന്നായി കാണാൻ പറ്റാത്ത, ജാതി മതങ്ങളെ ഒന്നായി കാണാൻ പറ്റാത്ത, കലാകാരന്മാരുടെ ഇടയിൽ ധ്രുവീകരണം നടത്തുന്ന ആൾക്കാരല്ല അത് ഭരിക്കേണ്ടത്. എൻ്റെ വിശ്വാസമാണ്. കേരളം അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ടിനി ടോം വർഗീയ പരാമർശം നടത്തിയെന്നും ഡബിൾ ഡാഡി സിൻഡ്രോമാണ് തനിക്കെന്ന് ടിനി പറഞ്ഞതായും അൻസിബ പറയുന്നു. പരാതി നൽകിയിട്ട് പാലാരിവട്ടം പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെന്നും താരം കുറ്റപ്പെടുത്തി. സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി
താഴെ പോയത്. അവരുടെ സാമ്പത്തിക റിപ്പോർട്ട് പാസ്സായില്ല ജനറൽ ബോഡിയിൽ. അപ്പോൾ സാമ്പത്തിക ക്രമക്കേട് നേരിടുന്ന ഒരു കമ്മിറ്റിയെ എങ്ങനെയാണ് അഡ്ഹോക് കമ്മിറ്റി ആയിട്ട് മാറ്റാൻ ജനറൽ ബോഡിക്ക് തോന്നുക? ഒരു സ്റ്റേറ്റിൻ്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? ആരോപണ വിധേയരായിട്ടുള്ളവരെ സഹായിക്കാനാണോ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. സെക്രട്ടറിയും പ്രസിഡന്റും 2 ധ്രുവങ്ങളിലായിരുന്നു കഴിഞ്ഞ ഭരണകാലത്തെന്നാണ് മായ വിശ്വനാഥ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. യുവതാരങ്ങൾ സംഘടനയുടെ ചുമതല ഏറ്റെടുക്കണമെന്നും പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കണമെന്നും മാലാ പാർവതി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. ഏതായാലും നിയമ പോരാട്ടത്തിനപ്പുറം ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നിറയുകയാണ് താരങ്ങളുടെ സംഘടനാ പ്രവർത്തനം. അമൃത ന്യൂസ്, കൊച്ചി. താരസംഘടനയ്ക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന താരനേതാക്കളുണ്ടെന്നും വലിയ താമസമില്ലാതെ അവരുടെ ഇടപെടലുണ്ടാകുമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. നിയമപരമായ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരമുണ്ടാകും. സർക്കാർ സിനിമാ മേഖലയെ ഗൗരവമായി കാണുന്നു. സിനിമാ മേഖലയെ മികവുറ്റതാക്കണമെന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. അല്ല, നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട് താരസംഘടനയിലെ പ്രശ്നങ്ങൾ. താരസംഘടനയ്ക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന താരനേതാക്കൾ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വലിയ താമസമില്ലാതെ അത് ഇടപെട്ട് തന്നെ തീർക്കും. നിയമപരമായ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരമാണുള്ളത്. മന്ത്രി കെ മുരളീധരന്റെ 2 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ രാജിവെച്ചു. അഡീഷണൽ സെക്രട്ടറി ശ്രീലാൽ, അസിസ്റ്റന്റ് സെക്രട്ടറി ഗോവിന്ദരാജ് എന്നിവരാണ് രാജിവെച്ചത്. വ്യക്തിപരമായ കാരണമാണ് രാജിക്ക് പിന്നിലെന്നാണ് വിശദീകരണം. എന്നാൽ സ്റ്റാഫുകൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസമാണ് രാജിക്ക് കാരണമെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. 2 ആഴ്ചകളിലെ ഇടവേളകളിലാണ് 2 രാജി. കെ മുരളീധരൻ MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ PA ആയിരുന്നു ശ്രീലാൽ. കെ മുരളീധരനുമായി വളരെയധികം അടുപ്പം പുലർത്തിയിരുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. സെക്രട്ടേറിയറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലെത്തിയ ആളായിരുന്നു ഗോവിന്ദരാജ്. ഇവർക്ക് പകരം ആളെ നിയോഗിച്ചിട്ടുണ്ട്. INTC-യുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ. 2005 മുതൽ 15 വരെയുള്ള 10 വർഷക്കാലത്തെ അന്വേഷണമാണ് നടന്നത്. VS സർക്കാരിന്റെ കാലത്തെ PK ഗുരുദാസനായിരുന്നു മന്ത്രി. താൻ 3-ാം പ്രതിയാണ്. CPM നേതാക്കളും കോൺട്രാക്ടറുമാണ് കേസിലെ യഥാർത്ഥ പ്രതികൾ. 224 കോടി രൂപയുടെ പർച്ചേസാണ് താനിരുന്ന കാലത്ത് നടന്നത്. 10 വർഷത്തെ അഴിമതിയിൽ 3 വർഷം മാത്രം ഇരുന്ന് താനാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു. 2000 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നാണ് പറയുന്നത്. പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുന്നതിന് സ്വാഗതം ചെയ്യുന്നുവെന്നും R. ചന്ദ്രശേഖരൻ തൃശൂരിൽ പറഞ്ഞു. 2005 മുതൽ 15 വരെ നടന്ന 10 വർഷക്കാലത്തെ അന്വേഷണമാണ്. നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വരരുത്. അതുകൊണ്ടാണ് ആ 2005 മുതൽ 15 വരെയുള്ള 10 വർഷക്കാലഘട്ടങ്ങളിൽ 2005 മുതൽ 2005 ശേഷം 2011 വരെയുള്ളത് ഇടതുപക്ഷ ഗവൺമെൻറ്റായിരുന്നു. ആ ഇടതുപക്ഷ ഗവൺമെൻറ് സമയത്ത് സഖാവ് PK ഗുരുദാസൻ, CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് PK ഗുരുദാസനായിരുന്നു കശുവണ്ടിയുടെ ചുമതലയുള്ള മന്ത്രി. വാഴോട്ടുകോണം BJP കൗൺസിലർ R. സുഗതന്റെ 2 ജാമ്യാപേക്ഷകളും നെടുമങ്ങാട് കോടതി തള്ളി. മാർച്ചിൽ വട്ടിയൂർക്കാവ് വെള്ളക്കടവ് ജംഗ്ഷനിൽ വെച്ച് അരുവിപ്പുറം കുളുമല സ്വദേശി പ്രശാന്തിനെ മർദ്ദിച്ചതാണ് കേസ്. കഴിഞ്ഞ മാസം കാപ്പ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ ആക്രമിച്ചതാണ് 2ാമത്തെ കേസ്. കാപ്പ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ് സുഗതൻ. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ്. നാളെ 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കണ്ണൂരും കാസർഗോഡും തിങ്കളാഴ്ച ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട് നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ അതീവ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. മഴ ശക്തമായതിന്റെ പശ്ചാത്തലത്തിലാണ് തൃശൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ നിരോധനം തുടരും. കോഴിക്കോട് ചോമ്പാല മുതൽ രാമനാട്ടുകര വരെയും കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദികളുടെയും അണക്കെട്ടുകളുടെയും സമീപം താമസിക്കുന്നവരും ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്. കനത്ത മഴയിൽ ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും പരക്കെ നാശനഷ്ടം. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ ഇതുവരെ 12 മരണം റിപ്പോർട്ട് ചെയ്തു. ഉയർന്ന പ്രദേശങ്ങളിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇടവിട്ട് തീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി.
അതിതീവ്ര മഴയിലും മണ്ണിടിച്ചിലും വൻ നാശനഷ്ടമാണ് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് മേഖലകളിൽ ഉണ്ടായത്. ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 3 മരണം റിപ്പോർട്ട് ചെയ്തു. കാംഗ്ര, ഷിംല, മണ്ഡി ജില്ലകളിലാണ് മണ്ണിടിച്ചിലും വൈദ്യുതാഘാതമേറ്റും മരണം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ ആകെ 12 മരണം റിപ്പോർട്ട് ചെയ്തു. തുടർച്ചയായ മണ്ണിടിച്ചിലും മിന്നൽ പ്രളയത്തിലും കുളു, ചമ്പ ഉൾപ്പെടെ ഹിമാചൽ പ്രദേശിലെ 49 റോഡുകൾ പൂർണ്ണമായും അടച്ചു. ചമ്പ ജില്ലയിലെ ഭാർമൂർ മേഖലയിൽ ഒറ്റപ്പെട്ടുപോയ തീർത്ഥാടകരെ ദുരന്ത നിവാരണ സേനയും പോലീസും ഇടപെട്ടാണ് പുറത്തെത്തിച്ചത്. ഏകദേശം 15 കോടിയിലധികം രൂപയുടെ നാശനഷ്ടങ്ങൾ ഇതുവരെ സംസ്ഥാനത്തുണ്ടായി എന്നാണ് പ്രാഥമിക കണക്കുകൾ. ഹിമാചൽ പ്രദേശിൽ അടുത്ത 24 മണിക്കൂർ കൂടി ഇടവിട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. വിനോദസഞ്ചാരികളും തീർത്ഥാടകരും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും പ്രാദേശിക ഭരണകൂടത്തിന്റെയും മുന്നറിയിപ്പ് പരിശോധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജസ്ഥാൻ, ഡൽഹി, ഉത്തർപ്രദേശ് തുടങ്ങിയ മേഖലകളിൽ മഴ ശമിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പത്തനംതിട്ടയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സഹപാഠികൾ ചേർന്ന് ലൈംഗിക പീഡനത്തിനിരയാക്കിയതായി പരാതി. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിനിടെയാണ് 13 വയസ്സുകാരിയായ പെൺകുട്ടി താൻ നേരിട്ട ക്രൂരത പുറത്തു പറഞ്ഞത്. സംഭവത്തിൽ പത്തനംതിട്ട കൂടൽ പോലീസ് 2 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കേസിലാകെ 11 പ്രതികളാണുള്ളത്. ഇതിൽ ഒരു പെൺകുട്ടിയടക്കം 6 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിനിടെയാണ് ഞെട്ടിക്കുന്ന പീഡന വിവരം 9ാം ക്ലാസ് വിദ്യാർത്ഥിനി വെളിപ്പെടുത്തിയത്. കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികമായ മാറ്റങ്ങൾ കണ്ടതിനെ തുടർന്നാണ് സ്കൂൾ അധികൃതർ കൗൺസിലിംഗ് നടത്തിയത്. കൗൺസിലിംഗിൽ കുട്ടി വിവരങ്ങൾ തുറന്നു പറഞ്ഞതോടെ സ്കൂൾ അധികൃതർ ഉടൻ തന്നെ ചൈൽഡ് ലൈനെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടൽ പോലീസ് നിലവിൽ 2 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം നടത്തുന്നത്. സ്കൂളിന് സമീപത്ത് വെച്ചും തുടർന്ന് പ്രതികളിൽ ഒരാളായ സഹപാഠിയായ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചുമാണ് പീഡനം നടന്നത്. കേസിലെ ആകെ 11 പ്രതികളിൽ 6 പേരും പെൺകുട്ടി പഠിക്കുന്ന അതേ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇതിൽ സഹപാഠികൾക്ക് പുറമെ പുറത്തുനിന്നുള്ളവരും തന്നെ പീഡിപ്പിച്ചതായി പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. കുട്ടിയുടെ വിശദമായ മൊഴി, ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ, മറ്റ് സാഹചര്യ തെളിവുകൾ എന്നിവ ശേഖരിച്ചു വരികയാണെന്നും അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും കൂടൽ പോലീസ് അറിയിച്ചു. അമൃത ന്യൂസ്, പത്തനംതിട്ട. പത്തനംതിട്ട അടൂരിൽ 16-കാരിയായ മകളെ ലൈംഗികമായി പീഡിപ്പിച്ച പിതാവിനെതിരെ കേസെടുത്ത് പോലീസ്. വിദേശത്ത് വെച്ചായിരുന്നു പീഡനങ്ങളുടെ തുടക്കം. 2020 പെൺകുട്ടിയുടെ അമ്മ വിദേശത്ത് വെച്ച് അസുഖബാധിതയായി മരണപ്പെട്ടിരുന്നു. ഇതിനുശേഷമാണ് പിതാവ് കുട്ടിയെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. പിന്നീട് നാട്ടിലെത്തിയ ശേഷവും ഇയാൾ പീഡനം തുടർന്നു. പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിലെ കൗൺസിലിംഗിനിടെയാണ് ക്രൂരമായ സംഭവം പുറത്തറിയുന്നത്. ആദ്യം കൊട്ടാരക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തുടർ നടപടികൾക്കായി പിന്നീട് അടൂർ പോലീസിന് കൈമാറുകയായിരുന്നു. ഒറ്റയടിക്ക് മദ്യനിരോധനം സാധ്യമല്ലെന്ന് മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും കിട്ടുന്ന പണമാണ് സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ പ്രധാനപ്പെട്ടത്. എല്ലായിടങ്ങളിലും ചർച്ച ചെയ്ത് മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഒറ്റയടിക്ക് നമ്മൾക്ക് ആ മദ്യ നിരോധനം നടപ്പിലാക്കാൻ സാധിക്കുന്നു ഒരു കാലത്തും കോൺഗ്രസ് പറഞ്ഞില്ല. ഗ്രാജുവലായിട്ട് അതിൻ്റെ ഉപഭോഗം അത് കുറച്ചു കൊണ്ടുവരണമെന്നാണ് എല്ലാ കാലത്തും കോൺഗ്രസ് പറഞ്ഞിട്ട്. ഈ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നിൽക്കുന്നത് മദ്യത്തിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടും ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടതാണ്. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടല്ലേ തുടങ്ങിയിരിക്കുന്നത്. ക്രമാനുഗതമായിട്ട് ഇത് കുറച്ചു കൊണ്ടുവരണമെന്നായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ ആഗ്രഹവും ആശയമൊക്കെ തന്നെ. ആ മദ്യത്തിൻ്റെ വില കുറച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ ടാക്സ് കുറച്ചോ അല്ല, ടാക്സ് കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. ഘടകകക്ഷികളുമായി ചർച്ച നടത്തി, ക്യാബിനറ്റുമായി ചർച്ച നടത്തി, ഏതൊക്കെ തന്നെ ഫോറത്തിലാണോ ചർച്ച നടത്തേണ്ടത് അവിടെയൊക്കെ തന്നെ ചർച്ച നടത്തിയ ശേഷം മാത്രമേ തീരുമാനമെടുക്കുള്ളൂ. മുഴുവൻ സമയ KPCC അധ്യക്ഷനെയാണ് ആവശ്യമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോൺഗ്രസിൽ ഒരാൾക്ക് ഒരു പദവി മതി, എല്ലാം ഒരാൾക്ക് തന്നെ നൽകേണ്ടതില്ലെന്നും തന്റെ അഭിപ്രായം ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. KPCC അധ്യക്ഷൻ നിർബന്ധമായിട്ടും കണ്ടെത്തണം. ആ കാര്യത്തെക്കുറിച്ച് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി വളരെ വളരെ ഗൗരവപൂർണ്ണമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വേണ്ടതൊരു മുഴുവൻ സമയ പ്രസിഡൻ്റാണ്, അല്ലാതെ ഒരു അഡ്വക്കേറ്റ് പ്രസിഡൻ്റൊന്നും ആവശ്യമില്ല. 24 മണിക്കൂറും പാർട്ടിക്ക് വേണ്ടി രാവും പകലും വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ഡെഡിക്കേറ്റഡ് പ്രസിഡന്റ് ആയിരിക്കണം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ വിചാരണാ നടപടികളുടെ ഭാഗമായി മുതിർന്ന CPM നേതാക്കളായ AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ, MM വർഗീസ് ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു. 2ാം ഘട്ട കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ടതോടെയാണ് ഇവർ കലൂർ PMLA കോടതിയിൽ ഹാജരായത്. കേസ് പാർട്ടിയെ തകർക്കാനുള്ള നീക്കമാണെന്നും CPM പ്രവർത്തകരായതുകൊണ്ട് മാത്രമാണ് തങ്ങൾ പ്രതികളായതെന്നും നേതാക്കൾ പ്രതികരിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2ാമത് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിൽ പ്രതിയേർക്കപ്പെട്ടതിന്റെ ഭാഗമായാണ് AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ,
MM വർഗീസ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് കോടതിയിലെത്തിയത്. നേരത്തെ കുറ്റപത്രത്തിനെതിരെ നേതാക്കൾ കോടതിയെ സമീപിച്ചെങ്കിലും കേസിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ വിചാരണയിലേക്ക് കടക്കാൻ പര്യാപ്തമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. കള്ളപ്പണ കേസിൽ 67-ാം പ്രതിയായാണ് AC മൊയ്തീനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കെ രാധാകൃഷ്ണൻ 70-ാം പ്രതിയാണ്. കേസിൽ CPM നേതാക്കൾക്ക് പുറമെ CPM-നെ തന്നെയും ED കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. നിയമവിരുദ്ധ വായ്പകളിൽ നിന്നുള്ള കമ്മീഷൻ പണം പാർട്ടി ഓഫീസ് പണിയാൻ ഉപയോഗിച്ചതായി ED ആരോപിക്കുന്നു. AC മൊയ്തീൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് 2017-ൽ പുറത്തിശ്ശേരി പാർട്ടി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഓഫീസ് പണിയാൻ തീരുമാനിച്ചത്. ഇതിനായി സഹകരണ ബാങ്കിൽ പ്രത്യേക അക്കൗണ്ടുകൾ തുടങ്ങിയെന്ന് ED പറയുന്നു. വഴിവിട്ട ലോൺ അനുവദിച്ചവരിൽ നിന്ന് കമ്മീഷൻ ഇനത്തിൽ പണം വാങ്ങി ഈ പണത്തിലേക്ക് നിക്ഷേപിച്ചുവെന്നാണ് കണ്ടെത്തൽ. വഴിവിട്ട രീതിയിൽ ലോണുകൾ അനുവദിച്ചെന്നും പിന്നീട് ഇവർ തിരിച്ചടച്ചില്ലെന്നുമാണ് EDയുടെ കണ്ടെത്തൽ. കുറ്റം ചെയ്തതുകൊണ്ടല്ല CPM പ്രവർത്തകരായതിനാലാണ് പ്രതികളായതെന്ന് കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഫർദർ ഡീലിങ്സ് എന്താണെന്ന് വേണ്ടത് വക്കീലുമാരുണ്ടല്ലോ, അപ്പോൾ അവർ തീരുമാനിക്കും. ഈ കേസിൽ 68-ാം പ്രതിയാണല്ലോ പാർട്ടി. അപ്പോൾ പാർട്ടി കൂടി പ്രതികർത്ത് ഒരു കേസ് നിലയിൽ എങ്ങനെ കാണും? അതെ, പാർട്ടിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് അതിന് മുന്നിൽ. CPM-നെയും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് കേസിൽ പ്രതി. ഞങ്ങൾ CPM ആയതുകൊണ്ട് മാത്രം പ്രതികളാവുന്ന, അല്ലാതെ തെറ്റ് ചെയ്തുകൊണ്ട് പ്രതികളാകുന്നതല്ല. ആകെ 83 പ്രതികളാണ് പ്രതിപട്ടികയിലുള്ളത്. പ്രതികൾ തട്ടിപ്പിലൂടെ 180 കോടി രൂപ സമ്പാദിച്ചെന്നാണ് ED ആരോപിക്കുന്നത്. 128 കോടി രൂപ പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് കടത്തനാട് ലേബർ സൊസൈറ്റി തട്ടിപ്പിൽ ഒരാൾ അറസ്റ്റിൽ. മുൻ DCC സെക്രട്ടറി സുധീർ കുമാറാണ് അറസ്റ്റിലായത്. 2 വർഷത്തിനിടെ 2,16 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നെന്നായിരുന്നു ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. മെയ് 29-ന് മുൻ DCC സെക്രട്ടറി സുധീർ കുമാറിന്റെ വീടിന് മുന്നിലെത്തി നിക്ഷേപകനായ തിരുവള്ളൂർ സ്വദേശി ഇബ്രാഹിം ഹാജി തീകൊളുത്തി മരിച്ചതിന് പിന്നാലെയാണ് കടത്തനാട് ലേബർ സൊസൈറ്റിയിലെ തട്ടിപ്പ് പുറത്തു വന്നത്. സൊസൈറ്റിയിൽ നിക്ഷേപിച്ച 22 ലക്ഷം രൂപ തിരിച്ചു കിട്ടാത്തതിനെ തുടർന്നാണ് ഇബ്രാഹിം ഹാജി തീകൊളുത്തി ജീവനൊടുക്കിയത്. ഇബ്രാഹിം ഹാജിയുടെ മരണത്തിന് ശേഷം നിരവധി പേർ പരാതിയുമായി എത്തിയതോടെ സൊസൈറ്റി സെക്രട്ടറി പ്രീന, മുൻ പ്രസിഡന്റ് TV സുധീർ കുമാർ, റിനീഷ് എന്നിവരെ പ്രതി ചേർത്ത് കേസെടുത്തിരുന്നു. പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. പിന്നാലെ ഒളിവിൽ പോയ സുധീറിനെ ചേന്ദമംഗലത്തെ വീടിന് സമീപത്ത് വെച്ചാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. സുധീർ പ്രസിഡന്റായിരുന്ന ആ സമയത്താണ് 2,16 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നു എന്നുള്ളത് ഓഡിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത കേസ് ഒരു നിക്ഷേപകൻ 22 ലക്ഷം രൂപ നിക്ഷേപിച്ചത് അത് അവർക്ക് ആവശ്യപ്പെട്ട സമയത്ത് തിരിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള കേസുമാണ്. ആ നിക്ഷേപകൻ മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസും ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചു വരുന്നത്. പ്രീന, റിനീഷ് എന്നീ പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. കേരളം കടക്കണിയിലാണെന്ന് വാദിച്ചുകൊണ്ട് UDF സർക്കാർ സ്വകാര്യവൽക്കരണം നടപ്പാക്കുന്നുവെന്ന് K രാജൻ. അതിന് ഒരു ഉദാഹരണമാണ് അദാനിയുമായി ബന്ധപ്പെട്ടുയർന്നു വന്ന വിവാദം. സഭ പിരിയുന്ന ദിവസം അദാനി ഗ്രൂപ്പ് കേരളത്തെ വിവരം അറിയിച്ചുവെന്ന് പറയുന്നത് ദുരൂഹമാണ്. നേരത്തെ ധാരണയുണ്ടായതിൽ അദാനിയോട് വിശദീകരണം ചോദിച്ചില്ലെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. കേരളം ഒരു കടക്കണിയിലാണ് എന്ന് വാദിച്ചുകൊണ്ട് കേരളത്തിൽ അതിഭീകരമായിട്ടുള്ള സ്വകാര്യവൽക്കരണത്തിലേക്ക് കടത്തുക എന്നുള്ളതാണ്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ അദാനി MSC തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ദുരൂഹമായിട്ടുള്ള കേരളത്തിലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഏറ്റവും വലിയ ഒരു കച്ചവട തന്ത്രം തുറമുഖമാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം വളരെ ഗൗരവമായി നാം കാണേണ്ടതുണ്ട്. കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. കൊട്ടാരക്കര ഇഞ്ചക്കാടായിരുന്നു അപകടമുണ്ടായത്. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ടാങ്കർ ലോറിയും അടൂർ ഭാഗത്തേക്ക് പോയ കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. കാറിൽ സഞ്ചരിച്ച പത്തനംതിട്ട AR ക്യാമ്പിലെ പോലീസ് ഓഫീസർ അനീഷിനാണ് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിർമ്മാണത്തിനിടെ വൻ വിള്ളൽ. പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം രൂപപ്പെട്ട വിള്ളൽ പ്രദേശത്തെ ഗുരുതര അപകട ഭീഷണി ഉയർത്തുന്നു. പള്ളിയിലെ വൈദികൻ താമസിക്കുന്ന വീട് അപകട ഭീഷണിയിലാണ്. ദേവികുളം സബ് കളക്ടർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അപകട സാധ്യത സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. സ്ഥലത്ത് ജാഗ്രത തുടരുന്നു.
പാലാ നഗരസഭയിലെ ഭരണമുന്നണിയിൽ വീണ്ടും കടുത്ത ഭിന്നത. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിന് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ വേദി അനുവദിക്കുന്നത് സംബന്ധിച്ചാണ് പുതിയ തർക്കം. ബസ് സ്റ്റാൻഡ് പൊതുപരിപാടിക്കായി അനുവദിക്കരുതെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. അതേസമയം വിഷയം ചർച്ച ചെയ്യുന്ന കൗൺസിൽ യോഗത്തിൽ സ്വതന്ത്ര കൂട്ടായ്മയിലെ 2 കൗൺസിലർമാർ പങ്കെടുത്തില്ല. ചെയർപേഴ്സൺ ദിയ ബിനുവിന്റെ പിതാവ് ബിനു പുളിക്കക്കണ്ടം, ബിനുവിന്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടം എന്നിവരാണ് പങ്കെടുക്കാതിരുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ 1 കൗൺസിലറും മറ്റൊരു കോൺഗ്രസ് കൗൺസിലറും അസുഖം മൂലം അവധിയിലായിരുന്നു. സ്വതന്ത്ര കൂട്ടായ്മയിൽ നിന്ന് 2 അംഗങ്ങൾ പങ്കെടുക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസിന്റെ എതിർപ്പ് ഫലം കണ്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ് വിമതയും നഗരസഭാ ഉപാധ്യക്ഷയുമായ മായ രാഹുലും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്വതന്ത്ര കൂട്ടായ്മ CPM DYFI നേതൃത്വങ്ങളുമായി ഒത്തുകളിക്കുകയാണെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ ആരോപിച്ചു. ഈ സാഹചര്യത്തിൽ ചെയർപേഴ്സണുള്ള പിന്തുണ പിൻവലിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും കൗൺസിലർമാർ വ്യക്തമാക്കി. ഇടതുപക്ഷവും ആയുള്ള സ്വതന്ത്ര കൂട്ടായ്മയുടെ ഒത്തുകളി UDF നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുമെന്നും കൗൺസിലർമാർ പറഞ്ഞു. US ഇസ്രായേൽ സംയുക്താക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ തുടരുന്നു. വിദേശ പ്രതിനിധികളടക്കം ഖമനയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാനെത്തുന്നുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ സയ്യിദ് അത്താ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പബിത്ര മർഗരിറ്റയും പങ്കെടുത്തു. ഖമനയുടെ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായപ്പോൾ 10,000-ങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറെ വൈകാരികമായ രംഗങ്ങൾക്ക് ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല സാക്ഷ്യം വഹിച്ചു. പരമോന്നത നേതാവിന്റെ ഭൗതികദേഹത്തിന് മുന്നിൽ ഇറാൻ നേതാക്കൾ അടക്കമുള്ളവർ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തുടങ്ങിയ നേതാക്കൾ തങ്ങളുടെ നേതാവിന് അന്തിമോപചാരം അർപ്പിച്ചു. ഇറാന്റെ ദേശീയ പതാകയിൽ പൊതിഞ്ഞ് ശവപ്പെട്ടിക്ക് സമീപം 14 മാസം മാത്രം പ്രായമുള്ള കൊച്ചുമകളുടെ ശവപേടകവും പ്രദർശിപ്പിച്ചത് നൊമ്പര കാഴ്ചയായി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമനേയുടെ മറ്റ് കുടുംബാംഗങ്ങളുടെ ശവപ്പെട്ടികളും ഇതോടൊപ്പം വച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള രാഷ്ട്രീയ മത നേതാക്കൾ ചടങ്ങിലേക്ക് എത്തിയതിന്റെ ദൃശ്യങ്ങൾ ഇറാനിലെ ഇന്ത്യൻ എംബസി ഇന്നലെ പങ്കുവച്ചിരുന്നു. ഇന്ത്യയെ ഔദ്യോഗികമായി പ്രതിനിധീകരിച്ച് ആദരാഞ്ജലി അർപ്പിച്ചത് ബീഹാർ ഗവർണർ സയ്യിദ് അത്താ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റയുമാണ്. പൊതുദർശനത്തിന് ശേഷം മറ്റന്നാൾ തലസ്ഥാന നഗരിയിലൂടെ വിലാപയാത്ര നടക്കും. ടെഹ്റാനിലെ ചടങ്ങുകൾക്ക് ശേഷം ഇറാഖിലെ നജഫ്, ഖർബല എന്നീ പുണ്യനഗരങ്ങളിലേക്ക് കൊണ്ടുപോകും. വ്യാഴാഴ്ച ജന്മനാടായ മഷ്ഹദിലെ ഇമാം റസയുടെ ആരാധനാലയത്തിലാണ് ഖബറടക്കം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം നടി ലിസി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക്. കല്യാൺ ജുവല്ലേഴ്സിന്റെ പുതിയ പരസ്യചിത്രത്തിലൂടെയാണ് ലിസി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന പരസ്യചിത്രത്തിൽ കല്യാണി പ്രിയദർശനും പ്രഭു ഗണേശനും ലിസിക്കൊപ്പമുണ്ട്. 1988 പുറത്തിറങ്ങിയ ചിത്രം എന്ന സിനിമയ്ക്ക് ശേഷം ആദ്യമായാണ് പ്രിയദർശന്റെ സംവിധാനത്തിൽ ലിസി അഭിനയിക്കുന്നത്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ ഒത്തുചേരൽ. കേപ്പ് വെറുതെ വന്നതല്ല, വിറപ്പിക്കാൻ വന്നവർ. അവർ മടങ്ങി. കാൽപന്തിൽ കവിതകൾ രചിക്കുന്ന മൈതാനങ്ങളെ തീപിടിപ്പിച്ചും പുതിയ ആരാധക ലോകത്തെയും സ്വന്തമാക്കിയാണ് വസീഞ്ഞയും കൂട്ടരും വിടവാങ്ങിയത്. 5 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള കൊച്ചു രാജ്യം. ആ ജനതയുടെ മുഴുവൻ പ്രതീക്ഷയുമായി എത്തിയ കേപ്പ് വെർദെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ വരിഞ്ഞു മുറുക്കി. ശക്തമായ പ്രതിരോധവും വസീഞ്ഞ എന്ന കാവൽ മാലാഖയുമാണ് ആഫ്രിക്കക്കാരെ നോക്കൌട്ട് വരെ എത്തിച്ചത്. 40-കാരന്റെ കൈകൾ കടന്ന് പന്ത് വലയിലെത്തിക്കാൻ മെസ്സി ഉൾപ്പെടെയുള്ളവർ വിയർക്കുന്നത് കണ്ട ലോകകപ്പ് കൂടിയാണിത്. ടൂർണമെന്റിൽ ഉടനീളം ദ്വീപുകാർ എതിരാളികളെ വെള്ളം കുടിപ്പിച്ചു. മുഴുവൻ സമയ പ്രതിരോധത്തിലൂന്നിയായിരുന്നില്ല റയാൻ മെൻഡിസും കൂട്ടരും കളിച്ചത്. കൃത്യമായ സമയത്ത് തീയുണ്ട പോലെയുള്ള ഷോട്ടുകൾ എതിർ പോസ്റ്റിൽ ഇടം കണ്ടെത്തി. ഒടുവിൽ അർജന്റീനയ്ക്കെതിരെ കണ്ടതും അത് തന്നെയാണ്. ബ്ലൂ ഷാർക്ക് എന്ന വിളിപ്പേര് കൂടിയുണ്ട് വെർദേയ്ക്ക്. 2020 മുതൽ ബുബിസ്റ്റ എന്ന പെഡ്രോ ലിറ്റാവോ ബ്രിട്ടോ തേച്ചുമിനുക്കിയതാണ് ദേശീയ ടീമിലെ ഈ കുന്തമുനകളെ. 15,000 പേരെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്റ്റേഡിയം ഹോം ഗ്രൗണ്ടാക്കി കളിക്കുന്ന ടീമിന് അർജന്റീന ഉൾപ്പെടെയുള്ള കരുത്തന്മാരെ വിറപ്പിക്കാൻ കഴിഞ്ഞു. ലോകകപ്പിൽ ആദ്യമായി എത്തിയതാണെങ്കിലും 4 തവണ ആഫ്രിക്ക കപ്പ് കളിച്ചിട്ടുണ്ട്. 2 തവണ ക്വാർട്ടർ ഫൈനലിലും എത്തിയിരുന്നു.
റൗണ്ട് 32-ൽ ശ്രദ്ധേയമായ പോരാട്ടങ്ങൾ തന്നെ. ആദ്യ കളിയിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. കരുത്തരായ ഉറുഗ്വേക്കെതിരെ 2-2. സൗദിയെ സമനിലയിൽ പിടിച്ച 2ാം സ്ഥാനക്കാരായി നോക്കൌട്ടിലെത്തി. കന്നിവരവിൽ കിരീടത്തെക്കാൾ മധുരമുള്ള യാത്ര. ഇന്നിപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരോട് പരാജയപ്പെട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഒരിക്കൽ പോലും അവർക്ക് തലകുനിക്കേണ്ടി വരില്ല. കാരണം അർജന്റീനൻ ആരാധകരുടെ മാത്രമല്ല, ഫുട്ബോൾ ലോകത്തിന്റെ നെഞ്ചിടിപ്പേറ്റി കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചാണ് മടക്കം. കാണാം, കാത്തിരിക്കാം അടുത്ത പോരാട്ടത്തിനായി. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഫിഫ ലോകകപ്പിൽ ഘാനയെ എതിരില്ലാത്ത ഒരു ഗോളിന് തകർത്ത് കൊളംബിയ പ്രീ ക്വാർട്ടറിൽ. മത്സരത്തിന്റെ തുടക്കം മുതൽ ഇരു ടീമുകളും ആക്രമിച്ചു കളിച്ചെങ്കിലും ആദ്യ പകുതിയിൽ ജോൺ അരിയാസിന്റെ ഗോളിലൂടെ കൊളംബിയ മുന്നിലെത്തി. പ്രീ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡാണ് കൊളംബിയയുടെ എതിരാളികൾ. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഈജിപ്ത് പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ടിൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-2 തോൽപ്പിച്ചാണ് ഈജിപ്ത് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം അടിച്ചാണ് പിരിഞ്ഞത്. എക്സ്ട്രാ ടൈമിലും സ്കോർ തുല്യമായതോടെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയായിരുന്നു. 13-ാം മിനിറ്റിൽ ഇമാം അഷൌറിന്റെ ഗോളിൽ ഈജിപ്ത് മുന്നിലെത്തിയിരുന്നു. എന്നാൽ രണ്ടാം പകുതി 55-ാം മിനിറ്റിൽ മുഹമ്മദ് ഹാനിയുടെ സെൽഫ് ഗോൾ ഈജിപ്തിന് വിനയായി. ഇഞ്ചുറി ടൈമിൽ ഈജിപ്ത് ഗോളിനടുത്തെത്തിയെങ്കിലും വല ചലിച്ചില്ല. ഷൂട്ടൌട്ടിൽ ഈജിപ്തിനായിരുന്നു സമ്പൂർണ്ണ ആധിപത്യം. ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടം ഇന്ന് രാത്രി മുതൽ 10:30 കാനഡയും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടും. പുലർച്ചെ 2:30 ഫ്രാൻസ് പരാഗ്വയെ നേരിടും. കാൽപന്ത് കളിയുടെ നെഞ്ചിടിപ്പ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഇന്നു മുതൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ തുടക്കമാകുന്നു. കാനഡയും മൊറോക്കോയും തമ്മിലുള്ള ചരിത്ര പോരാട്ടം ടെക്സസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. നോക്കൌട്ടിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ആതിഥേയരായ കാനഡ മുന്നേറിയത്. ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്യു നേടിയ തകർപ്പൻ ഗോളിലൂടെയാണ് കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് കാനഡ നോക്കൌട്ട് റൗണ്ടിൽ വിജയം നേടുന്നതും പ്രീ ക്വാർട്ടറിൽ എത്തുന്നതും. ആതിഥേയരായ കാനഡ മികച്ച പ്രകടനമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ കാഴ്ചവെച്ചത്. ആദ്യ മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനെ 1-1 കാനഡ സമനില പിടിച്ചു. അടുത്ത മത്സരത്തിൽ കാനഡ എതിരില്ലാത്ത 6 ഗോളുകൾക്ക് ഖത്തറിനെ തകർത്ത് അവസാന മത്സരത്തിൽ 2-1 സ്വിറ്റ്സർലൻഡിനോട് പരാജയപ്പെട്ടു. നെതർലൻഡ്സിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അട്ടിമറിച്ചാണ് മൊറോക്കോയുടെ വരവ്. അവിശ്വസനീയമായ പോരാട്ടത്തിലാണ് മൊറോക്കോ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചത്. നിശ്ചിത സമയത്തും അധിക സമയത്തും 1-1 എന്ന നിലയിൽ സമനില പാലിച്ച ശേഷം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 എന്ന സ്കോറിനാണ് അവർ വിജയം സ്വന്തമാക്കിയത്. ഹെയ്ത്തിയുമായി 4-2 വിജയം. അടുത്ത മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ 1 ഗോളിന് തോൽപ്പിച്ചു. മുൻ ചാമ്പ്യന്മാരായ ബ്രസീലിനെ സമനിലയിൽ തളച്ചുമാണ് മൊറോക്കോയുടെ പ്രീ ക്വാർട്ടർ പ്രവേശനം. പുലർച്ചെ ഫിലാഡൽഫിയ സ്റ്റേഡിയത്തിലാണ് ഫ്രാൻസ് പരാഗ്വെ പോരാട്ടം. പരാഗ്വെക്ക് മികച്ച ഫോമിലുള്ള ഫ്രാൻസ് ഒരു ഭീഷണി തന്നെയാണ്. ഫ്രാൻസ് സ്വീഡനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചാണ് പ്രീ ക്വാർട്ടറിലെത്തിയത്. കിലിയൻ എംബാപ്പെ, ഒസ്മാൻ ഡെംബലെ എന്നിവരാണ് അവരുടെ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിക്കുന്നത്. നോർവേയെ 4-1 ഫ്രാൻസ് ഗ്രൂപ്പ് മത്സരത്തിൽ തോൽപ്പിച്ചത്. ഇറാഖിന് മറുപടിയില്ലാത്ത 3 ഗോളിനും സെനഗലിനെതിരെ 3-1 ഫ്രാൻസ് ജയിച്ചിരുന്നു. അതേസമയം മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അട്ടിമറിച്ചാണ് പരാഗ്വയുടെ വരവ്. ശക്തമായ പ്രതിരോധമാണ് അവരുടെ കരുത്ത്. ഓസ്ട്രേലിയയുമായി ഗോൾ രഹിത സമനിലയിലായിരുന്നു. തുർക്കിയെ 1 ഗോളിന് പരാജയപ്പെടുത്തിയുമായിരുന്നു പരാഗ്വയുടെ മുന്നേറ്റം. കേപ്പ് വെർദെയുടെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ വിറങ്ങലിച്ച അർജന്റീന എക്സ്ട്രാ ടൈമിലാണ് ജയിച്ചു കയറി പ്രീ ക്വാർട്ടറിലേക്ക് കടന്നത്. ഓസ്ട്രേലിയയെ വീഴ്ത്തി ഈജിപ്റ്റാണ് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ. ഘാനയെ തോൽപ്പിച്ച് കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ കടന്നു. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.